കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെമ്മീൻ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്, പ്രോൺസ് കട്ട്ലേറ്റ്. അപ്പോൾ അതിവിടെ ചെമ്മീൻ ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ 1 കിലോ ചെമ്മീൻ തൊണ്ട് കളഞ്ഞെടുത്തിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഇത് വേവിച്ചിട്ട് എടുക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഈ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സാക്കി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കണമെന്നില്ല, ചെറിയ ഫ്ലെയിമിലിട്ടാക്കി വെള്ളം ഒഴിക്കാതെ തന്നെ ഈ ചെമ്മീൻ വെന്ത് കിട്ടും. നമുക്കിനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഒരു 3 മിനിറ്റോളായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ചെമ്മീൻ വെന്തിട്ടുണ്ട്, നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ചെറിയ സൈസ് ചെമ്മീനാണ് എടുത്താക്കുന്നത് കട്ട്ലേറ്റിന്. എന്നാലും നമുക്കിതൊന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ വേവിച്ച ചെമ്മീൻ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വല്ലാതെ പൊടിഞ്ഞു പോകരുത്, പതുക്കെ ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. ഞാൻ ചെമ്മീൻ ഇപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 സെക്കൻഡ് മാത്രം ഒന്ന് ക്രഷ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വല്ലാതെ പൊടിഞ്ഞു പോകും. വല്ലാണ്ട് പൊടിഞ്ഞു പോയാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. വേണ്ട, ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി മറ്റു ചേരുവകൾ വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ഞാൻ പാകം ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള വേഗം വഴന്നു വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. സവാള ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ 5-6 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായി അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ട് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇടാം. പിന്നെ കുറച്ച് വേപ്പില ചെറിയ പീസാക്കിയത് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റാം. സവാള നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതും കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ പൊടിച്ചു വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് പൊടിച്ചിട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ചെറിയ സൈസ് 5 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ച് ഈ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഈ ചെമ്മീൻ്റെ ഫ്രൈ ചെയ്തേക്കണതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി എല്ലാം കൂടി ഒന്നിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് പാകത്തിന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് ചൂടാറിയിട്ട് കട്ട്ലേറ്റിനായി വേണ്ടി ബോളുകളാക്കി എടുക്കാം. നമ്മുടെ ചെമ്മീനും ഉരുളക്കിഴങ്ങൊക്കെ ചേർന്നുള്ള മിക്സ് ശരിയായിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കൈ കൊണ്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് റസ്ക് പൊടി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് കട്ട്ലേറ്റിന് ആവശ്യമായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോളുകളാക്കി എടുക്കാം. കയ്യിൽ വെച്ച് പരത്തി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്താം. കട്ട്ലേറ്റ് ചെറിയ വട പോലെ പരത്തി എടുക്കണം. അങ്ങനെ ഓരോന്ന് പരത്തി എടുക്കാം. ഞാൻ കട്ട്ലേറ്റിനെ ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കോഴിമുട്ടയുടെ ബട്ടറിലൊന്ന് മുക്കി എടുത്ത്
അതിന് ശേഷം റസ്ക് പൊടിയിലൊന്ന് മുക്കി എടുത്ത് നമുക്ക് ഓരോന്ന് ഇങ്ങനെ എടുത്ത് ഇതുപോലെ മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഈ ഓരോ കട്ട്ലേറ്റും റസ്ക് പൊടിയിലും മുട്ടയിലും മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം കട്ട്ലേറ്റ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടാവണം, അല്ലെങ്കിൽ കട്ട്ലേറ്റ് പൊടിഞ്ഞു പോകും. ഒരു 2 മിനിറ്റോളം ആകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അധികം വേവാനില്ല, ഇത് ഓൾറെഡി വെന്ത സാധനങ്ങളാണല്ലോ. റസ്ക് പൊടിയൊന്നും മുരിഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. കണ്ടോ, പെട്ടെന്ന് വേവും. ഇത് വേറെ ഓൾറെഡി അത് വെന്തിരിക്കുന്ന സാധനങ്ങളാണല്ലോ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ. അപ്പോൾ വേഗം കരിയാതെ നോക്കണം. കണ്ടോ, വേഗം തന്നെ ആവും. നമ്മുടെ കട്ട്ലേറ്റ് വെന്തിട്ടുണ്ട്. 2 പുറവും നല്ല ഈ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. വേഗം തന്നെ വെന്ത് കിട്ടും, അധികം കരിയാതെ നോക്കണം. കണ്ടോ, അങ്ങനെ നമ്മുടെ ചെമ്മീൻ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റോട് കൂടിയുള്ള ചെമ്മീൻ കട്ട്ലേറ്റാണ് ഇവിടെ ശരിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.